ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മട്ടൻ ലിവർ ഫ്രൈ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ആടിൻ്റെ ലിവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരത് കൊടുത്ത് വിട്ടതിനെ നല്ല തേക്കിലേക്ക് പൊതിഞ്ഞിട്ടാണ് കേട്ടോ അത് കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലിവറിന് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ വാഷ് എടുക്കുന്നുണ്ട്. കണ്ടോ, ചെറിയ ഇലയുടെ പീസുകളൊക്കെ കണ്ടപ്പോൾ അത് ഒക്കെ എടുത്ത് മാറ്റി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇതിൽ ചെറിയുള്ളി ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ചെറിയുള്ളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, എല്ലാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കഴുകി വെച്ച ലിവറിൽ നമ്മൾ അപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിൽ വളരെ ശകലം കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്യുന്നുള്ളേ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണേ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കളർ ചേഞ്ചായി വന്ന ഉടനെ നമ്മൾ അതിലെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത മസാല മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ശകലം മല്ലിപ്പൊടി, പിന്നെ ഒരു ശകലം ഗരം മസാലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ആ കരൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് ആ കരളും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും തൂവി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ കരൾ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും മസാലകളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം ഒരു ശകലം ഒരു വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മട്ടൻ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിരുന്നു, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മട്ടൻ ലിവർ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്